ഗൈസ് ഞാൻ അവക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി ഗൈസ്. മാത്രല്ല കുറച്ച് ബാലൻസ് എമൗണ്ട് കൂടെ ഉണ്ട്. എടോ ഞാൻ പോവട്ടോ. ആണോ? ഞാൻ തന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ എന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ പറ്റിപ്പോയതാ. എന്റെ ജോലി പെട്ടെന്ന് പോയി. അപ്പൊ എനിക്ക് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങണ്ടേ വന്നു. കുറച്ച് നാൾ താമസിച്ചുകൊണ്ടിരുന്നോണ്ട് എനിക്ക് ഈ ഒരു സ്ഥലം മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ തന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി താനാ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. അതാ പിന്നെ ഞാൻ ധൈര്യമായിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് ഇവിടെ നിന്ന് ഇറക്കി വിട്ടോ അന്ന് തൊട്ട് ലൈഫിൽ ഓരോ പ്രശ്നങ്ങളാ. അതൊന്നും പറയണ്ടടോ. ഞാൻ റെന്റ് കൊടുക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു മഹാഭാവി അത് അടിച്ചോണ്ട് പോയി. ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവരിത് വിശ്വസിക്കണ്ടേ? അവർ ഈ CCTV ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരാളും വന്നു പോയിട്ടില്ലാന്ന്. ഞാൻ കള്ളം പറയുന്നതാന്ന്. അല്ല, തന്റെ പോയ പേഴ്സില് ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. തനിക്ക് എങ്ങനെ അതറിയാം? അല്ല, സാധാരണ ഗേൾസിന്റെ പേഴ്സില് ലിപ്സ്റ്റിക് ഉണ്ടാവാറില്ലേ? പൈസ എടുത്തോണ്ട് പോയ അയ്യോ പ്രാഗല്ലേ, എന്തായാലും പോയതൊക്കെ പോയില്ലേ? അത് ശരിയാ, പോയതൊക്കെ പോയി. അപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. അല്ല, തന്റെ ബാലൻസ് അതല്ല, നമ്മളിവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഗീവ് അവേ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഒരു ഗീവ് അവേ ആയിട്ട് ഓക്കെ. അപ്പൊ എനിക്ക് എന്തായാലും വേറെ ജോലി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ താനൊന്നും മനസ്സിൽ വിചാരിച്ചേക്കണ്ട. ശരി, എന്നാ തന്റെ പരിപാടി എന്തായാലും നടക്കട്ടെ. എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ബൈ തീറ്റ. പണ്ടാരം പോയി. Guys, I think what just happened is a mood slap balance. എന്തായാലും നമ്മൾ പാസ്റ്റിലോട്ട് പോവില്ലേ ഗൈസ്? ഇനി നമുക്കൊന്ന് ഫ്യൂച്ചറിലോട്ട് പോയാലോ?